വീണ്ടും ഇടുക്കി പോലീസ് സ്റ്റേഷന് സമീപം മണ്ണിടിഞ്ഞു. സ്റ്റേഷനുള്ളിൽ ചെളിയും മണ്ണും രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പാഞ്ചാലിമേട് താഴ്വാരം റിസോർട്ടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. 2 വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. ജെയിനസ് രാജു അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. ഇത് ഇടുക്കി പോലീസ് സ്റ്റേഷന് സമീപം മണ്ണിടിഞ്ഞ ദൃശ്യങ്ങളാണ്. സ്റ്റേഷനുള്ളിൽ ചെളിയും മണ്ണും ഉണ്ട്. പാഞ്ചാലിമേട് താഴ്വാരം റിസോർട്ടിന്റെ മതിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. 2 വാഹനങ്ങൾക്ക് കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. അവിടെ ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്നതടക്കം ഇടുക്കിയിൽ ശക്തമായ മഴക്കെടുതിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജെയിനസ് രാജു ചേരുന്നു. ജെയിൻ, എന്താണ് വിവരം? ഈ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വെള്ളം കയറി മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. മോദി, തീർച്ചയായിട്ടും ഇത്തരമൊരു അടിയന്തര ഘട്ടമുണ്ടാകുമ്പോൾ സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇപ്പോൾ സുരക്ഷ നൽകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇടുക്കി പോലീസ് സ്റ്റേഷന്റെ സമീപമാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മഴവെള്ളം ഒഴുകി പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും അവിടെ ഈ പോലീസ് സ്റ്റേഷന്റെ പിൻവശത്ത് മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജില്ലയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ പാഞ്ചാലിമേടിൽ താഴ്വാരം റിസോർട്ടിന്റെ സമീപത്ത് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ കിടന്നിരുന്ന 2 വാഹനങ്ങൾ അതിന് മുകളിലേക്ക് തന്നെ അവരുടെ കരിങ്കൽ മതിലുണ്ടായിരുന്നു, അത് ഇടിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിച്ചിട്ടുണ്ട്. അതിൽ ഒരു വാഹനത്തിന് നല്ല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അടൂർമല ഉരുൾപൊട്ടലിനെ തുടർന്ന് മലങ്കര ഡാമിലെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വലിയ അളവിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് അതിവേഗത്തിലാണ് ഉയരുന്നത്. 4 ഷട്ടറുകൾ 1.5 മീറ്ററാണ് ഉയർത്തി വെച്ചിരുന്നത്. ഇപ്പോൾ അത് 2.5 മീറ്റർ വരെ ഘട്ടം ഘട്ടമായി ഉയർത്താനായിട്ട് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. കല്ലാറുകുട്ടി ഡാമിന്റെ കാര്യത്തിലും നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കല്ലാറുകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി 500 ക്യുമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം ഡാമിൽ നിന്ന് തുറന്നു വിടാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ, മുതിരപ്പുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവരെല്ലാം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത, അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാത, മധുര ആലപ്പുഴ സംസ്ഥാന പാത ഉൾപ്പെടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഗതാഗത തടസ്സം നേരിടുന്നു. ചേലച്ചോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കീരിത്തോടിന് സമീപം വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കുമളി അടിമാലി ദേശീയപാത, അങ്ങനെ വിവിധ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഗതാഗതം തടസ്സം നേരിടുന്നു. കോലാഹലമേട്ടിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീയും അവരുടെ ഒരു ബന്ധുവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്ത്രീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ ബന്ധു ഇപ്പോൾ ആ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം വൈക്കം സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് കേൾവി ശക്തി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ വിളിച്ചിട്ടും പെട്ടെന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാറിന് സമീപം കക്കിക്കാബലയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. അവിടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലടക്കം വെള്ളം കയറിയ സ്ഥിതിയുണ്ട്. അങ്ങനെ ജില്ലയിൽ പരക്കെ വലിയ നാശനഷ്ടമാണ് മഴ ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി പേർക്ക് പ്രശ്നങ്ങളുണ്ട് എന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉചിതമായ തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് വേണ്ടത് ഈ ഘട്ടത്തിൽ എന്നൊരു നിർദ്ദേശം കൂടിയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.